പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം അല്പസമയത്തിനകം ഇടപ്പള്ളി ശ്മശാനത്തിൽ സംസ്കരിക്കും. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിലും വീട്ടിലും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ കേരള, ഗോവ ഗവർണർമാരും മന്ത്രിമാരും അന്തിമോപചാരം അർപ്പിച്ചു. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കാനായിട്ട് ഇപ്പോൾ ഇടപ്പള്ളി ശ്മശാനത്തിൽ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദീപ്തി, രാമചന്ദ്രൻ്റെ നാട് വിട നൽകുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാരം നടക്കും. മൃതദേഹം ശ്മശാനത്തിൽ എത്തിച്ചിട്ടുണ്ട്. വീട്ടിൽ വെച്ച് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരവർപ്പിച്ചു. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാനായി വീട്ടിലും അതോടൊപ്പം തന്നെ പൊതുദർശനം നടന്ന ഇടത്തേക്കും എത്തിയത്. വളരെ വൈകാരികമായ രംഗങ്ങളാണ് അവിടെ ഉണ്ടായത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സംസ്കാരം നടക്കും. മൃതദേഹം ശ്മശാനത്തിൽ എത്തിച്ചിട്ടുണ്ട്. അവസാന കർമ്മങ്ങൾ അടക്കം നടക്കുകയാണ്. എന്തായാലും വളരെ വൈകാരികമായ നിമിഷങ്ങളാണ് വീട്ടിലും അതോടൊപ്പം തന്നെ പൊതുദർശനം നടന്നയിടത്തും കാണാനായി കഴിഞ്ഞത്. അല്പസമയത്തിനകം തന്നെ രാമചന്ദ്രൻ്റെ സംസ്കാരം നടക്കും. നിരവധി ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായും അന്തിമോപചാരം അർപ്പിക്കാനുമായി എത്തിയത്. ഗവർണർമാർ അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരടക്കം അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയിരുന്നു. കണ്ണീരോടെ തന്നെയാണ് രാമചന്ദ്രൻ്റെ നാട് വിട നൽകുന്നത്. സംസ്കാരം ഉടൻ തന്നെ നടക്കും. ശ്മശാനത്തിൽ അല്പസമയത്തിനകം തന്നെ സംസ്കാരം നടക്കും. മൃതദേഹം ശ്മശാനത്തിൽ എത്തിച്ചിട്ടുണ്ട്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക എന്നതും പറയേണ്ട കാര്യം തന്നെയാണ്. രാവിലെ 7 മണി മുതലാണ് ഇടപ്പള്ളി ചെങ്ങമ്പുഴ പാർക്കിൽ നിന്ന് വിജിത ചേരുന്നു. വിജിത, എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? മൃതദേഹം ഇപ്പോൾ ചിതയിലേക്ക് എടുത്ത് വെക്കുകയാണ്. അതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കർമ്മങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പൊതു ശ്മശാനത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഔദ്യോഗിക ബഹുമതികൾക്ക് ശേഷമാണ് ഈ ഒരു മൃതദേഹം ഇപ്പോൾ ചിതയിലേക്ക് വെക്കുന്നത്. എന്തായാലും ഒത്തിരി ആളുകളാണ് രാവിലെ മുതൽ തന്നെ ഇവിടെയെല്ലാം എത്തിയതും ഇപ്പോൾ ഈ ഒരു ശ്മശാനത്തിന്റെ പരിസരത്തെല്ലാം തന്നെ ആളുകൾ തിങ്ങിനിറഞ്ഞു നിൽക്കുകയാണ്. ഒരുപാടധികം ആളുകൾ രാമചന്ദ്രനെ അവസാനമായി ഒന്ന് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായ എല്ലാം എത്തിയിട്ടുണ്ട്. എന്തായാലും കണ്ണീരോടെ ഒരു യോദ്ധാവിന് തന്നെ വിട നൽകുകയാണ് സാംസ്കാരിക കേരളം. അല്പം മുൻപാണ് കുറച്ച് സമയത്തിന് മുൻപാണ് മൃതദേഹം ഈ ഒരു ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഇപ്പോൾ എല്ലാ ചടങ്ങുകൾക്കും ശേഷം കർമ്മങ്ങൾക്കെല്ലാം ശേഷം തന്നെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികൾക്കും ശേഷം ഇപ്പോൾ മൃതദേഹം ചിതയിലേക്ക് വെക്കാൻ പോകുന്ന നിമിഷമാണ്. എന്തായാലും നീരോടെ അല്ലെങ്കിൽ അത്രയും വിഷമത്തോടെ കുടുംബക്കാരും ബന്ധുക്കളും എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. രാമചന്ദ്രന്റെ ഉറ്റവരും ഉടയരും എല്ലാം തന്നെ ഈ ഒരു ശ്മശാനത്തിലുമുണ്ട്. അവിടെ എല്ലാവരും വിഷമിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അവസാനമായി ഒരു നോക്ക് അല്ലെങ്കിൽ അവസാനമായി രാമചന്ദ്രനെ കണ്ടുകൊണ്ട് എല്ലാവരും ഇവിടെ നിൽക്കുകയാണ്. ഇല്ല എന്നുള്ള ഒരു സത്യം ഉണ്ണികൃഷ്ണനിലേക്ക് ചേരാം. ഉണ്ണികൃഷ്ണൻ, വളരെയധികം നമുക്ക് വേദനാജനകമായ ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരു സന്തോഷമായിട്ട് കുടുംബത്തോടൊപ്പം അല്ലെങ്കിൽ ഒരു അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി പോയ ഒരു കുടുംബത്തിലെ ഒരു പ്രധാനി അല്ലെങ്കിൽ അവിടുത്തെ ആ കുടുംബത്തിലെ ഒരു മുതിർന്ന ഒരാൾ അല്ലെങ്കിൽ അത്രയും സന്തോഷത്തോടെ പോയിരുന്ന ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്ന് തന്നെ പറയാം. അദ്ദേഹം അത്രയും സന്തോഷത്തോടെ ഒരു കുടുംബത്തോട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഒരാളുടെ ചേതനയേറ്റ ശരീരമാണ് തിരികെ മടങ്ങി വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ജീവനോടെ കാണാനായിട്ട് അല്ലെങ്കിൽ അത്രയും സന്തോഷത്തോടെ പോയിരുന്ന ഒരാൾ ജീവനറ്റൊരു ശരീരമായി മടങ്ങിയെത്തുന്നത് വളരെയധികം വിഷമമുള്ളൊരു കാര്യം തന്നെയാണ്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദീപ്തി, ശ്മശാനത്തിൽ സംസ്കാര ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാരം നടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് രാമചന്ദ്രൻ്റെ സംസ്കാരം നടക്കുന്നത്. പോലീസ് വീട്ടിൽ വെച്ച് അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി ആദരവർപ്പിച്ചു. കേരളത്തിന് നോവായി രാമചന്ദ്രൻ മാറുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത്. നിരവധി പേരാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി ഒഴുകിയെത്തിയത്. ഗവർണർമാരും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ ആളുകളും മന്ത്രിമാരുൾപ്പെടെയുള്ളവരെല്ലാം തന്നെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ, അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി വീട്ടിലും അതോടൊപ്പം തന്നെ
പൊതുദർശനം നടന്നയിടത്തേക്കും എത്തിയിരുന്നു. കൂടാതെ നിരവധി ആളുകൾ, അദ്ദേഹത്തിൻ്റെ ഉറ്റവരും ഉടയരുമായുള്ള നിരവധി ആളുകൾ, സ്നേഹിതർ, അതോടൊപ്പം തന്നെ നൂറുകണക്കിന് ആളുകൾ അവിടെ ഒഴുകിയെത്തുന്നൊരു കാഴ്ചയാണ് കണ്ടത്. എന്തായാലും വൈകാരികമായ ഒരു നിമിഷം തന്നെയാണ് അവിടെ കണ്ടത്. വലിയ രീതിയിൽ തന്നെ നിരവധി ആളുകൾ അവിടെ കൂട്ടമായി തന്നെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി എത്തുന്ന ഒരു കാഴ്ചയാണ്. ആ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ പോലീസ് ഗാർഡ് ഓഫ് ഓണർ അടക്കം നൽകുന്നു. അതിനുശേഷമാണ് ഇടപ്പള്ളിയിലെ ശ്മശാനത്തിലേക്ക് മൃതദേഹം എത്തിച്ചത്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ ഇടപ്പള്ളി ശ്മശാനത്തിൽ പുരോഗമിക്കുകയാണ്. അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ തന്നെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ശ്മശാനത്തിലും വലിയ തിരക്ക് ഉണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. രാമേന്ദ്രനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ദീപ്തി പറഞ്ഞതുപോലെ തന്നെ ഒരു വിനോദയാത്രയ്ക്ക് പോയ ഒരാൾ, അദ്ദേഹം അവിടെ മകളുടെയും കൊച്ചുമകളുടെ മുന്നിൽ വെച്ച് ഭീകരരുടെ വെടിയേറ്റ് മരിക്കുന്നൊരു സാഹചര്യം, അത് തീരാ നോവായി തന്നെ നമുക്കെല്ലാവർക്കും വളരെ ദുഃഖമുള്ള കാര്യമായി തന്നെ മാറുന്നു. ഈ രാമേന്ദ്രൻ്റെ ഒരു നോക്ക് കാണാൻ, അവസാനമായി രാമേന്ദ്രൻ ഒരു നോക്ക് കാണാനായി നിരവധി പേർ അവിടെ ഒഴുകിയെത്തുന്നൊരു കാഴ്ച തന്നെ ഇന്ന് കണ്ടിരുന്നു. എന്തായാലും അത്തരത്തിൽ ഒരു വിനോദയാത്രയ്ക്കായി പോയൊരു സംഘത്തിൽ അല്ലെങ്കിൽ വിനോദയാത്രയിൽ പോയ ഒരാൾ വളരെ പെട്ടെന്ന് ഭീകരരുടെ വെടിയേറ്റ് മരിക്കുന്നൊരു സാഹചര്യം, അത് മക്കളുടെയും കൊച്ചുമക്കളുടെ മുന്നിൽ വെച്ച് വെടിയേറ്റ് മരിക്കുന്ന കാര്യം തീർത്തും വളരെ ദുഃഖം തളർന്നിട്ട് നിൽക്കുന്നൊരു അന്തരീക്ഷം, ഇതെല്ലാം തന്നെ നിലനിൽക്കുന്നത് തന്നെയാണ് ആ പൊതുദർശനം നടന്നിടത്തും അതോടൊപ്പം തന്നെ ആ വീട്ടിലും കാണാൻ കഴിഞ്ഞത്. അതിലും വളരെ വൈകാരികമായ നിമിഷം തന്നെയാണ് ഉണ്ടായത്. എല്ലാവരും വളരെ വൈകാരികമായി തന്നെയാണ് അവിടെ എത്തിയതും. നൂറുകണക്കിന് ആളുകളാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായി എത്തിയതെന്നതും. വിജിതയിലേക്ക് ചേരാം. വിജിത, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരടക്കം നിരവധി പേർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയിരുന്നു. അതുപോലെ തന്നെ MP ഹൈബീഡൻ അടക്കം നിരവധി പേർ, ഗോവ ഗവർണർമാരടക്കം നിരവധി പേരാണ് അദ്ദേഹത്തിന്, അതുപോലെ നമ്മൾ സാധാരണക്കാരായ മലയാളികൾ ഒരുപാട് പേർ അദ്ദേഹത്തിന് അവസാനമായി ഒരു നോക്ക് കാണാനായിട്ട് അവിടെ എത്തിയിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? ഒരുപാട് ആദരത്തോടെയും സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെ ഒരു മനുഷ്യനെ യാത്രയാക്കുകയാണ് ഇവിടുത്തെ ജനങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അവസാന നിമിഷങ്ങളിലൂടെയാണ്, അല്ലെങ്കിൽ ഈ ഒരു മണ്ണിനോട്, ലോകത്തോട് വിട പറഞ്ഞ് രാമചന്ദ്രൻ യാത്രയാവുകയാണ് എന്നുള്ളത് തന്നെയാണ്. അല്പസമയത്തിനകം ഇപ്പോൾ ചിതയിലേക്ക് ഈ ഒരു മൃതശരീരം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സംസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകളിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരുപാട് പേരാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെയും ഈ ഒരു പൊതുശ്മശാനത്തിലടക്കം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, സ്നേഹിക്കുന്ന, കണ്ടും കേട്ടും എല്ലാം പരിചയമുള്ള ഒരുപാട് പേരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വാർത്തകളിലൂടെ വിവരം അറിഞ്ഞവരും ഒരു പരിചയവുമില്ലാതെ അദ്ദേഹവുമായി ഒരു ആത്മബന്ധവും ഇല്ലാത്ത ഒരുപാട്, നേരിട്ട് അറിയാത്ത അടക്കം ആളുകൾ കേട്ടും കണ്ടും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗോവ ഗവർണർമാർ അടക്കം, MP ഹൈബി ഈഡൻ അടക്കം മന്ത്രിമാരടക്കം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീട്ടിലെ പൊതുദർശനത്തിലാണെങ്കിൽ പോലും വീട്ടിലേക്ക് കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടി ഈ ഒരു മൃതശരീരം മാറ്റിയപ്പോഴാണെങ്കിൽ പോലും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടക്കം വീട്ടിലെത്തി അന്ത്യോപചാരം അർപ്പിച്ച് അദ്ദേഹത്തിന്റെ അവിടെ നിന്ന് ഇറങ്ങുന്നവരെ അടക്കം ആ ഒരു മൃതശരീരം വാഹനത്തിൽ കയറ്റി ഈ ഒരു ശ്മശാനത്തിലേക്ക് എത്തിക്കുന്ന അതുവരെ അടക്കം ആ ഒരു ആളുകളെല്ലാം, ഇത്രയും ആളുകളെല്ലാം തന്നെ മന്ത്രിമാരടക്കമുള്ള, അല്ലെങ്കിൽ ഈ സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു. പ്രാദേശിക നേതാക്കൾ അടക്കം ഈ കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ നടക്കുന്നതാണ് കണ്ടത്. വാഹനത്തിലേക്ക് ഈ ഒരു മൃതശരീരം കയറ്റുമ്പോൾ പോലും ഇവരെല്ലാം വളരെ വലിയ രീതിയിൽ തന്നെ മുദ്രാവാക്യം, ഭീകരവാദം തോൽക്കട്ടെ, ഭീകരവാദം ഇല്ലാതാവട്ടെ എന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളെല്ലാം വിളിക്കുന്ന അവരുടെ രോക്ഷമടക്കം ജനരോക്ഷം തന്നെയാണ് കണ്ടത്. അവരുടെ ആ ഒരു നിമിഷത്തിലെ അവസ്ഥയും എല്ലാം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരുന്നു. അല്പം മുൻപാണ് ഈ ഒരു മൃതശരീരം ഈ ശ്മശാനത്തിലേക്ക് എത്തിച്ചത്. എന്തായാലും കുറച്ച് സമയത്തിനകം തന്നെ സംസ്കരിക്കുന്ന ചടങ്ങുകളിലേക്ക് തന്നെയാണ്, അവസാന നിമിഷത്തിലൂടെയാണ് രാമചന്ദ്രൻ ആ ഒരു അവസാന ഘട്ടത്തിലേക്കാണ് പോകുന്നത്. സംസ്കാര ചടങ്ങുകൾ എന്ന് തന്നെയാണ് നിലവിലെ ഇന്നത്തെ വിവരം.
ജിത, വളരെയധികം വേദനയോടെയാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു മലയാളി, അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിച്ചിരുന്നു മലയാളികൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാകരുതേ എന്ന് നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. എന്നാൽ ആ പ്രാർത്ഥനകളെല്ലാം വിഫലമായിട്ട് ആണ് നമുക്കൊരു വാർത്ത വന്നത്. ഈ ഒരു ഭീകരാക്രമണത്തിൽ മലയാളിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്, കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെയധികം വിഷമമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഈ ഒരു വാർത്ത കേട്ടതിന് ശേഷം ഇദ്ദേഹത്തിന് നേരിട്ട് കണ്ടിട്ടില്ലാത്ത നിരവധി ആളുകളാണ് രാമചന്ദ്രനെ അവസാനമായി കാണാനായിട്ട്, അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയിരുന്നത്. കേരളത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകളും അദ്ദേഹത്തിന് അവസാനമായി കാണാനായിട്ട് എത്തിയിരുന്നു. ഇത്രയും നാൾ ഒരു പുറം രാജ്യത്ത് അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്ത് അതിനുശേഷം തിരികെ നാട്ടിൽ വന്ന് കുടുംബത്തോടൊപ്പം കഴിയാനായിട്ട് അത്രയും ആഗ്രഹത്തോടെ വന്നിരുന്ന ഒരാളാണ് ഇപ്പോൾ, ആ കുടുംബത്തിൻ്റെ ഒരു നാഥനാണ് ഇപ്പോൾ ഇല്ലാതെയാവുന്നത്. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ സംസ്കാര നടപടികൾ പൂർണ്ണമാകും. അദ്ദേഹം ഈ ഒരു നാടിനോട് വിട പറയുന്ന ഒരു കാഴ്ചയാണ്. വളരെ ഹൃദയം തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ്. ആ ഒരു കുടുംബത്തിൻ്റെ ഒപ്പം തണലായിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിനൊരു ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ ആ ഒരു കുടുംബത്തിൻ്റെ കൂടെ നിൽക്കാം എന്ന് മാത്രമേ നമുക്ക് ഈ ഒരു നിമിഷം പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ മന്ത്രിമാരടക്കം ഗവർണർമാരടക്കം നിരവധി പേരാണ് അവിടെ എത്തിയിരിക്കുന്നത്. കൂടുതൽ എന്തൊക്കെയാണ് വിവരങ്ങൾ അവിടെ നിന്ന്, വിജിത? പൂർണ്ണ ബഹുമതികളോടെയാണ് ഈ ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നത്. കാരണം യോദ്ധാവ് തന്നെയാണ്. കശ്മീരിൽ പോയി ഒരു ഇന്ത്യക്കാരന് ഗതിയേൽക്കുന്നു. അദ്ദേഹം യോദ്ധാവായി തന്നെയാണ് ജനനേറ്റ ശരീരവുമായി മടങ്ങി വരുമ്പോഴും അദ്ദേഹത്തെ ഒരു യോദ്ധാവായി തന്നെയാണ് നമ്മളെല്ലാം കാണുന്നത്. കാരണം ധീരനാണ് അദ്ദേഹം, ധീരനായി മരിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ബഹുമതികളോടെയാണ്, ഔദ്യോഗിക ബഹുമതികളോടെയാണ് ഇന്നത്തെ കേരളം യാത്രയാക്കുന്നത്. ഒരുപാടധികം ആളുകൾ തന്നെയാണ് ഇവിടെയെല്ലാം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശ്മശാനത്തിന്റെ ഭാഗത്തെല്ലാം അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവരും അദ്ദേഹത്തെ സ്നേഹിച്ചവരും എല്ലാം തന്നെ നിറകണ്ണുകളോടെ നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെയുണ്ട്. എന്തായാലും അവസാന നിമിഷത്തിൽ, അല്ലെങ്കിൽ അവസാന ഘട്ടത്തിലൂടെ ആ മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാം ബാക്കിയാക്കി, നല്ല നിമിഷങ്ങളും കുടുംബത്തോടൊപ്പമുള്ള വൈകാരികമായ നിമിഷങ്ങളും എല്ലാം ബാക്കിയാക്കിയാണ് അദ്ദേഹം ഭൂമിയിൽ നിന്ന് യാത്രയാകുന്നത്. ഏറ്റവും പ്രിയപ്പെട്ടവരുടെ എല്ലാം അടുത്തു നിന്ന് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. പ്രവാസ ജീവിതം എല്ലാം കഴിഞ്ഞതിന് ശേഷം സന്തോഷമായി കുടുംബത്തോടെ സമാധാനമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. വിനോദയാത്രയ്ക്ക് കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ പോയ ഒരു മനുഷ്യനാണ്. തിരിച്ചു വരുമ്പോൾ ഒരിക്കലും ഇങ്ങനെയൊരു വിധിയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നതെന്ന് ആരും കരുതുന്നില്ല. എന്തായാലും അവിടെ ചെന്ന് ഇങ്ങനെ ഒരു അപകടം, വലിയ ക്രൂരത തന്നെയാണ് കാണിച്ചത് അദ്ദേഹത്തോട്. അതിനുശേഷം ചേതനയറ്റ ശരീരവുമായി തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ വരേണ്ട ഒരു മനുഷ്യനാണ് ചേതനയറ്റ ശരീരവുമായി തിരിച്ചു വരുന്നത്. കണ്ണീരോടെയാണ് അദ്ദേഹത്തെ കേരളം വരവേറ്റത്. മകനും മകളും ചേർന്നാണ് കൊച്ചിയിൽ നിന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചത്. തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ഇന്ന് രാവിലെ ഈ മൃതശരീരം ചങ്ങമ്പുഴ പാർക്കിലേക്ക് മാറ്റുന്നു. ചങ്ങമ്പുഴ പാർക്കിൽ ഇന്ന് അത്രയും വലിയ ഒരു ജനസാഗരം തന്നെയാണ് എത്തിയത്. അറിയുന്നവരും അറിയാത്തവരുമായുള്ള ഒരുപാടധികം ആളുകളാണ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായിട്ട് എത്തിയിരുന്നത്. ഈ മകൾ കാശ്മീരിൽ പോയ സമയത്ത് സഹോദര തുല്യം ആയ ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു, തന്നെ രക്ഷിക്കാനും തനിക്കൊരു താമസ സൗകര്യം ഒരുക്കി തരാനും ഈ ഒരു അവസ്ഥയിൽ തന്റെ കൂടെ തന്നെ ചേർത്ത് പിടിച്ച് നിർത്താനും ഒരുപാട് പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതെല്ലാം നമ്മൾ കേട്ടതാണ്. അതിൽ ഒരു സൈനികനും ഉണ്ടായിരുന്നു. അദ്ദേഹവും ഇന്ന് രാവിലെ ഈ മകളെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ഉണ്ടായി. അപ്പോഴും ഈ ഒരു അച്ഛൻ മരിച്ചു കിടക്കുന്ന ഒരു സമയമാണ്. അപ്പോഴും ഒരു പരിചയവും ഇല്ലാത്ത അന്യനാട്ടിൽ അടക്കം പോയി അത്രയും സ്നേഹത്തോടെ അവിടെയുള്ളവരും പെരുമാറി. ഇപ്പോഴും ആ ഒരു അന്ത്യോപചാര ചടങ്ങുകളിലൂടെ ഒക്കെ പോകുമ്പോഴും തളരാതെ കൂടെ നിൽക്കാനാണ് ഓരോ മനുഷ്യനും ചേർത്ത് പിടിക്കുകയാണ് ഈ ഒരു കുടുംബത്തെ. നമ്മുടെ സ്വന്തം കുടുംബമായി, അല്ലെങ്കിൽ നമ്മുടെ ഇടയിലെ ഒരു മനുഷ്യനായി കണ്ട് എല്ലാവരും, ഇത്രയും ജനങ്ങൾ ഇവിടെ എത്തുന്നുണ്ട്, ഇത്രയും ജനങ്ങൾ അന്ത്യോപചാരം അർപ്പിക്കുന്നുണ്ട്, കണ്ണീർ പൊഴിക്കുന്നുണ്ട്. ഒരു പിടി പൂക്കൾ അർപ്പിക്കാനായി ഒരുപാട് ജനങ്ങളാണ് ഇന്ന് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അത്രയും സ്നേഹത്തോടെ ആ ഒരു കുടുംബത്തെ നമ്മളെല്ലാവരും ചേർത്ത് പിടിക്കുകയാണ്. എല്ലാ കടമകളും ബാക്കിയാക്കി, അതോടൊപ്പം തന്നെ സന്തോഷവും കുടുംബത്തോടൊപ്പമുള്ള നല്ല ജീവിതവും എല്ലാം ബാക്കിയാക്കി ആ ഒരു മനുഷ്യൻ യാത്രയാവുകയാണ്. സംസ്കാരത്തിന്റെ അവസാന ഘട്ടങ്ങളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. ഉണ്ണികൃഷ്ണനിലേക്ക് ചേരാം. ഉണ്ണികൃഷ്ണൻ,
ഈ ഒരു സംസ്കാര നടപടികൾ ഏകദേശം പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. നാടിൻ്റെ നോവായിട്ട് തന്നെ അങ്ങനെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും. രാമചന്ദ്രൻ ഈ ഒരു കേരളക്കരയുടെ നോവായിട്ട് തന്നെ മടങ്ങുകയാണ്. ഇനി അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. മകനും മകളും കൂടി ചേർന്ന്, മകൻ ആണ് സംസ്കാരത്തിന് നേതൃത്വം നൽകുന്നത്, അല്ലെങ്കിൽ മകനും മകളും കൂടിയാണ് ചടങ്ങുകളിലെല്ലാം ചെയ്യുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ദീപ്തി, സംസ്കാര ചടങ്ങുകൾ ഏകദേശം പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. മൃതദേഹം ഇപ്പോൾ സംസ്കരിച്ചിരിക്കുകയാണ്. രാവിലെ പൊതുദർശനത്തിന് ശേഷമാണ് രാമചന്ദ്രൻ്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. അതിനുശേഷം പോലീസ് അവിടെ വെച്ച് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് മൃതദേഹം സംസ്കരിച്ചത്. തുടർന്ന് ഈ ബഹുമതികൾക്ക് ശേഷം ഗാർഡ് ഓഫ് ഓണർ നൽകിയതിന് ശേഷം ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നു. അവിടെ കർമ്മങ്ങളടക്കം നടത്തി അതിനുശേഷമാണ് മൃതദേഹം സംസ്കരിച്ചത്. വളരെ വൈകാരികമായ നിമിഷമാണ്. എങ്ങും കാണാൻ കഴിഞ്ഞത് വൈകാരികമായ അവസ്ഥകളായിരുന്നു എല്ലാവരും അവിടെ കാണാൻ കഴിഞ്ഞത്. ദുഃഖം തളർന്നിട്ട് കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം. നിരവധി ആളുകൾ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി, അവസാനമായി ഒരു നോക്ക് കാണാനായി അവിടെ ഒഴുകിയെത്തുന്നൊരു കാഴ്ചയാണ് കണ്ടത്. നാട് കണ്ണീരോടെ തന്നെയാണ് രാമചന്ദ്രന് വിട ചൊല്ലിയത്. ഗവർണർ, അതോടൊപ്പം തന്നെ ജനപ്രതിനിധികൾ, മന്ത്രിമാരടക്കമുള്ള ജനപ്രതിനിധികൾ, നാട്ടുകാർ എല്ലാവരും അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാനായി, അന്ത്യാഞ്ജലി അർപ്പിക്കാനായി അവിടെ ഒഴുകിയെത്തുന്നത് കാണാൻ കഴിഞ്ഞിരുന്നു. മകൾ ആരതി, മകൻ അരവിന്ദ്, ഭാര്യ ഷീല എന്നിവർ രാമചന്ദ്രൻ്റെ മൃതദേഹത്തിൽ പ്രാർത്ഥനാപൂർവ്വം ആദരവർപ്പിച്ചത് എല്ലാവരുടെയും കണ്ടു നിന്നവരുടെ കണ്ണുകളെപ്പോലും ഈർന്നണിയിക്കുന്നുണ്ടായിരുന്നു. ഈ രാവിലെ പൊതുദർശനത്തിന് ശേഷം വിലാപയാത്രയായാണ് മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. അതിന് ശേഷമാണ് വീട്ടിൽ ഗാർഡ് ഓഫ് ഓണർ നൽകുന്നത്. അതിനുശേഷമാണ് ഇടപ്പള്ളി ശ്മശാനത്തിലേക്ക് എത്തി കർമ്മങ്ങൾ പൂർത്തിയായി മൃതദേഹം സംസ്കരിച്ചത്. ഇപ്പോൾ സംസ്കാരം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ദീപ്തി, ഉണ്ണികൃഷ്ണൻ മകളുടെ മുമ്പിലാണ് സ്വന്തം പിതാവ് അല്ലെങ്കിൽ സ്വന്തം അച്ഛൻ സ്വന്തം മുമ്പിൽ കിടന്നുകൊണ്ടാണ്, കണ്ണിന് മുമ്പിൽ ആണ് വെടിയേറ്റ് മരിക്കുന്നത് കണ്ടത്. മകൾ കണ്ടു. അത് കണ്ട് കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെടുന്ന ഒരു കാര്യങ്ങളെല്ലാം മകൾ നമുക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത്രയും ധീരതയോടെയാണ് അദ്ദേഹത്തിൻ്റെ മകൾ അത്രയും വളരെ ബോൾഡായിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് എന്ന് വേണ്ടി നമുക്ക് പറയാനായിട്ട്. സ്വന്തം അച്ഛൻ മുമ്പിൽ വെടിയേറ്റ് മരിക്കുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഒരു ജീവിതം മുഴുവൻ അവരുടെ മനസ്സിൽ, അല്ലെങ്കിൽ മനസ്സിൽ എന്നും നോവായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും. ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാഴ്ച തന്നെയായിരിക്കും. സ്വന്തം അച്ഛനെ കൺമുന്നിലിട്ട് ഒരു വെടിയേറ്റ് മരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. അത് നമുക്കെല്ലാം ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും അവരുടെ മനസ്സിലുള്ള വേദന. ഒരു കുടുംബത്തിൻ്റെ വേദന എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയുന്നതിന് അതീതമായിരിക്കും. എന്തൊക്കെയാണ് അതിന് കൂടുതൽ പറയാനുള്ളത്? വേർപാടെന്ന് പറയുന്നത് എല്ലായ്പ്പോഴും വളരെ വൈകാരികം തന്നെയാണ്. എല്ലാവർക്കും വളരെ വൈകാരികമായ ഒന്ന് തന്നെയാണ്. ഒരാൾ വിടവാങ്ങുമ്പോൾ അത് ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് വളരെ വൈകാരികമായി അദ്ദേഹത്തിലെ ഒരാളുടെ വിടവെന്ന് പറയുന്നത് ഒരിക്കലും നികത്താനാവാത്ത ഒന്ന് തന്നെയാണ്. അത് കാശ്മീരിൽ വിനോദയാത്രയ്ക്ക് പോയ ഒരു സാഹചര്യത്തിലാണ് ഈ ഭീകരരുടെ വെടിയേറ്റ് കൊച്ചുമക്കളുടെ മകളുടെ മുന്നിൽ രാമചന്ദ്രൻ കൊല്ലപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് വളരെ വേദനയോടെയാണ് നമ്മളെല്ലാം ലോകത്തെല്ലാവരും അതിനെ കണ്ടത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ രീതിയിലുള്ള ഒരു വിടവ്, അല്ലെങ്കിൽ ആ വേർപാട് വലിയ ദുഃഖം തന്നെയാണ് നമുക്കെല്ലാവർക്കും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും അതിന് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു നോക്ക് കാണാനായി, അദ്ദേഹത്തിന് ആദരവർപ്പിക്കാനായി വലിയ ഒരു തിരക്ക്, നിരവധി ആളുകളാണ് വീട്ടിലും അതോടൊപ്പം തന്നെ പൊതുദർശനം നടന്നിടത്തേക്കുമായി ഒഴുകിയെത്തിയത് നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്തായാലും ഔദ്യോഗിക ബഹുമതികളോടെയാണ് മൃതദേഹം സംസ്കരിച്ചത്. അത് വീട്ടിൽ വെച്ച് പോലീസ് ഗാർഡ് ഓഫ് ഓണർ നൽകുന്നു. അതിനുശേഷം വിലാപയാത്രയായാണ് ശ്മശാനത്തിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ശ്മശാനത്തിൽ ചെറിയ ചടങ്ങുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സംസ്കാരം നടന്നത്. ഇപ്പോൾ സംസ്കാരം പൂർത്തിയായി എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിജിതയിലേക്ക് ചേരാം. വിജിത, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിട്ടുണ്ടോ? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? ആ മൃതശരീരം അങ്ങനെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. എല്ലാ നടപടികൾക്കും ശേഷം സംസ്കാരത്തിന്റെ എല്ലാ ചടങ്ങുകളും അല്ലെങ്കിൽ എല്ലാ നടപടികളും അവസാനിച്ചിട്ടുണ്ട്. മൃതദേഹം അഗ്നിനാളങ്ങൾക്ക്
വിട്ടുകൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യൻ നല്ലൊരു ഓർമ്മയായി തന്നെ, അല്ലെങ്കിൽ ഒരു ധീര യോദ്ധാവായി തന്നെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. സാംസ്കാരിക കേരളം രാമചന്ദ്രന് വിട നൽകിയിരിക്കുകയാണ്. ഒരുപാട് പേരാണ് ഇന്ന് ഇവിടെയും ഈ ഒരു ശ്മശാനത്തിലും അതോടൊപ്പം ഇടപ്പള്ളിയിലെ ചങ്ങമ്പുഴ പാർക്കിലും നീരാഞ്ജനം വീട്ടിലും ഇന്നലെ കഴിഞ്ഞ ദിവസം മെഡിസിറ്റിയിലും ആശുപത്രിയിലും എല്ലാം തന്നെ എത്തിച്ചേർന്നത് ഒരുപാട് മനുഷ്യരുടെ സ്നേഹത്തിന് മുകളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യരുടെ ആദരവിന് മുകളിൽ നിന്നാണ് രാമചന്ദ്രൻ യാത്രയാകുന്നത്. എല്ലാവരുടെ ഉള്ളിലും എന്നും കത്തുന്ന നല്ലൊരു ഓർമ്മയായി, അല്ലെങ്കിൽ ഒരു ധീര യോദ്ധാവായി തന്നെ എന്നും നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഈ കുടുംബത്തിനേറ്റ കണ്ണീരിലും കുടുംബത്തിനേറ്റ എല്ലാ വിഷമത്തിനും കേരളം മുഴുവൻ ചേർത്ത് പിടിക്കുകയാണ് അവരെ. ഇന്ന് ഇവിടെ എത്തിയ മനുഷ്യരെല്ലാം തന്നെ അതിനുള്ള ഉത്തമ ഉദാഹരണങ്ങളാണ്. ആരും അവരെ വിട്ട് നിർത്താതെ അല്ലെങ്കിൽ ഒറ്റപ്പെടുത്താതെ സങ്കടത്തിൽ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചാണ് ഇന്ന് എല്ലാ മനുഷ്യരും, ഇവിടെ വന്ന ഓരോ മനുഷ്യനും ആ വീട്ടിലെത്തിയതും സങ്കടത്തിൽ പങ്കുചേർന്നതും എല്ലാം തന്നെ അവസാനം എല്ലാം ഒരു ഓർമ്മയാക്കി മാത്രം മാറ്റി, അല്ലെങ്കിൽ എല്ലാ നല്ല നിമിഷങ്ങളും കുടുംബത്തോടൊപ്പമുള്ള നല്ല നിമിഷങ്ങളും എല്ലാം ബാക്കിയാക്കി രാമചന്ദ്രൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ സംസ്കാരം അവസാനിച്ചു. ഇനി നിലവിൽ എല്ലാം കഴിഞ്ഞ് കുടുംബാംഗങ്ങളെല്ലാം മടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇവിടെ നിന്ന് ആളുകളെല്ലാം തന്നെ മടങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. കുടുംബക്കാരെല്ലാം തന്നെ ഉറ്റവരും കുടുംബക്കാരും എല്ലാം തന്നെ പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് നിലവിൽ. എല്ലാം അവസാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കഴിഞ്ഞിരിക്കുന്നു. രാമചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയെ ഭൂമിയിൽ നിന്ന് വിട ചൊല്ലിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിഷമകരമായ ഒരു കാര്യമാണ്. കൊച്ചു കേരളത്തിലെ ഒരു ഇടപ്പള്ളിക്കാരന് ഈ അവസ്ഥ സംഭവിച്ചിരിക്കുന്നു. ആ ഒരു വിധിക്കപ്പുറത്തേക്ക് അത് ഒരു യോദ്ധാവ് വീരമൃത്യു വരിച്ചു എന്ന് തന്നെയാണ്, അങ്ങനെ തന്നെ പറയാൻ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം.